നന്ദിയില്ലാത്ത നായ. ഒരിക്കൽ ഒരു നായ നാട്ടിൽ നിന്ന് കാട്ടിലെത്തി. നടന്നലഞ്ഞു വലഞ്ഞു വല്ലാതായ നായയ്ക്ക് ദാഹവും വിശപ്പും കൊണ്ട് നന്നേ തളർച്ച തോന്നി. വല്ലതും തിന്നാനും കുടിക്കാനും കിട്ടിയിരുന്നെങ്കിൽ അതിനായി അത് ചുറ്റും കണ്ണോടിച്ചു. കുറച്ചകലെയായി ഒരു പർണശാല നായ കണ്ടു. അവൻ അവിടേക്ക് നടന്നു ചെന്നു. അവിടെ ഒരു മുനിവര്യൻ പർണശാലയിലെ പക്ഷിമൃഗാദികൾക്ക് ആഹാരം നൽകുകയായിരുന്നു. നായ മുനിവരന്റെ മുന്നിൽ ചെന്ന് നിന്ന് ദീനതയോടെ അദ്ദേഹത്തെ നോക്കി. നായയെ കണ്ട് ദയ തോന്നിയ അദ്ദേഹം അതിനും ഭക്ഷണം നൽകി. ഉപദ്രവങ്ങൾ ഒന്നും ചെയ്യാതെ അവിടെ വസിച്ചിരുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ പിന്നെ നായയും ചേർന്നു. നായയെയും മുനി ഓമനയായി കരുതിപ്പോന്നു. ഒരു നാൾ നായ വനത്തിലൂടെ നടക്കുമ്പോൾ ഒരു കടുവ അതിനെ പിന്തുടർന്നു. ഭയപ്പെട്ട് പർണശാലയുടെ പരിസരത്തേക്ക് ഓടിയെത്തിയ നായ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആ കിതപ്പിനിടയിലും അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, മുനിവരിയ, എന്നെ രക്ഷിക്കണേ, ഒരു കടുവ എന്നെ ഭയപ്പെടുത്തി കൊല്ലുവാനായി പിന്തുടർന്നു വരുന്നുണ്ട്. മുനി തൻ്റെ തപശക്തി കൊണ്ട് ഉടൻ നായയെ ഒരു കടുവയാക്കി മാറ്റി. നോക്കൂ, നീ ഇപ്പോൾ സുരക്ഷിതനാണ്. മറ്റൊരു കടുവയെ കണ്ട് കാട്ടിലെ നായ വനത്തിലേക്ക് മടങ്ങി. കടുവയായി മാറിയ നായ പിന്നീട് വനത്തിൽ ഭയമില്ലാതെ സഞ്ചരിക്കാൻ തുടങ്ങി. ഒരു നാൾ കടുവയെ ഒരു പുള്ളിപ്പുലി പിന്തുടർന്നെത്തി. കടുവ മുനിയോട് പുലിയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അപേക്ഷിച്ചു. മുനിവര്യൻ ഉടനെ കടുവയെ ഒരു പുലിയാക്കി മാറ്റി. പുതിയ പുലിയെ കണ്ട് കാട്ടിലെ പുലി മടങ്ങിപ്പോയി. ഒരു നാൾ പുലിയായി മാറിയ നായ തൻ്റെ നേരെ നടന്നെടുക്കുന്ന ഒരാനയെ കണ്ട് ഭയപ്പെട്ട് മുനിയുടെ അടുത്തെത്തി. മുനി മുൻപ് ചെയ്ത പോലെ പുലിയെ ആനയാക്കി മാറ്റി. വനത്തിൽ ആന ഏറെ നാൾ പിന്നെ സുരക്ഷിതനായി വിഹാരിച്ചു. കുറച്ചു നാൾ കഴിയെ വീണ്ടും ആനയായി മാറിയ നായയെ ഒരു സിംഹം വിരട്ടി ഓടിച്ചു. മുനിവരന്റെ തപശക്തി ആനയായി മാറിയ നായയെ ഒരു സിംഹമാക്കി മാറ്റി. പിന്നീട് വനത്തിലുള്ള മൃഗങ്ങളെല്ലാം സിംഹമായി മാറിയ നായയെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങി. അപ്പോൾ നായ സിംഹം വിചാരിച്ചു, ഇപ്പോൾ ഈ കാട്ടിലെ രാജാവ് ഞാനാണ്. മറ്റു മൃഗങ്ങളെല്ലാം എന്നെ ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്നു. മുനിവരന്റെ തപശക്തി ഇനിയും ഏതെങ്കിലും മൃഗത്തെ സിംഹമാക്കി തീർത്താൽ എനിക്കൊരു പ്രതിയോഗി ഉണ്ടാകും. ഇന്നത്തെ ഈ അവസ്ഥ നിലനിർത്തണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, മുനിവരനെ വകവരുത്തണം. ഇങ്ങനെ ചിന്തിച്ച് നായ സിംഹം മുനിവരനെ സമീപിച്ചു. തൻ്റെ ദിവ്യദൃഷ്ടിയിലൂടെ താൻ സിംഹമാക്കി തീർത്ത നായയുടെ ദുഷ്ചിന്ത അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ അദ്ദേഹം അതിനെ വീണ്ടും പഴയ നായയാക്കി മാറ്റി. എന്നിട്ട് പറഞ്ഞു, നീ നന്ദിയില്ലാത്ത നായയാണ്. വെറും നായയായി ഇരിക്കാനേ നിനക്ക് അർഹതയുള്ളൂ.